ഈ കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വിദേശ ബന്ധമുണ്ട് എന്ന ഒരു സംശയമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും കേസ് അന്വേഷണം പോലീസിൽ നിന്നും CBIയിലേക്ക് പോകില്ലേ? അങ്ങനെ വരുമ്പോൾ എൻ്റെ ഒരു സംശയമാണ്, ഇതുവരെ പിണറായി സർക്കാരിനെതിരെ CBI നടത്തിയ ഒരു അന്വേഷണവും അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിലും അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഈ ഒരു വിഷയത്തിലും അത്തരത്തിൽ ഉള്ള ഒരു നീക്കമുണ്ടായാൽ, അതായത് CBI ഈ കേസ് അന്വേഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കേസ് മുന്നോട്ട് പോകുക എന്നാണ് അങ്ങ് കാണുന്നത്? ഞാൻ CBIയോട് എനിക്ക് ബഹുമാനമൊക്കെ ഉണ്ട്. ബട്ട് കേരളത്തിൽ ചരിത്രത്തിൽ ഇതുവരെ CBI ഒരു കേസും തെളിയിച്ചിട്ടില്ല. CBI കേരളത്തിൽ ജയിച്ചിട്ടുള്ള കേസുകൾ അത് മമ്മൂട്ടിയുടെ സിനിമയിൽ മാത്രമാണ്. ഗ്രൗണ്ട് ലെവലിൽ CBI ഒരു കേസും തെളിയിച്ചിട്ടില്ല. ലേറ്റസ്റ്റ് നോക്കുക, വാളയാർ കേസ് CBI അന്വേഷിച്ചതല്ലേ. CBI ഇപ്പോൾ അമ്മയെ പ്രതിയാക്കുന്ന നടക്കുകയാണ്. അത് പിന്നെ എന്തായെന്ന് എനിക്കറിയില്ല. CBIക്ക് എൻ്റെ നോട്ടത്തിൽ കേരളത്തിൽ വലുതായ ഒരു പ്രസക്തി, ഇതിനൊക്കെ കാരണം ഞാൻ പറയാം. CBIയിൽ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ, NIAയിൽ, കസ്റ്റംസിൽ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ്, ഇതിലൊക്കെ ഇടതുപക്ഷ ഉദ്യോഗസ്ഥന്മാരാണ് ഭൂരിപക്ഷം. കാര്യം കേന്ദ്ര ഏജൻസിയാണ്. വൈ ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ്? ബിക്കോസ് ദ ഓഫീസേഴ്സ്, മെജോറിറ്റി ഓഫ് ദം ബിലോങ് ടു ദ ലെഫ്റ്റ് ഗ്രൂപ്പ്. അത് CPMൻ്റെ ഒഫീഷ്യൽ ചുമതല സംഗതിയൊന്നും അവർക്കില്ല, പക്ഷേ ആ ചായ ഉള്ളവരാണ്. ഇതുകൊണ്ടാണ് ഈ കേസുകളൊന്നും മുന്നോട്ട് പോകാത്തത്. അപ്പോൾ പിന്നെ നരേന്ദ്രമോദി ഇടപെടാത്തത് എന്താ? അങ്ങേർക്ക് ഇതിന് നേരമില്ല. അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്. ചില ഏജൻസികൾ ഏതെങ്കിലും മൂലയ്ക്ക് ഏതെങ്കിലും ഒരു കേസിൽ ഉഴപ്പുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം ഇതുവരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നില്ലായിരിക്കാം. ബട്ട് ഐ ആം ടെലിങ് യു വൈ ദീസ് കേസസ് ആർ ഓൾ പെൻഡിങ്. സ്വർണ്ണ കള്ളക്കടത്ത് എങ്ങും എത്താതെ പോയി 1-2 പേരെ പിടിച്ചു. കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ കണക്കൊക്കെ ഉണ്ടാവും കസ്റ്റംസുകാർക്ക്. ഞങ്ങൾ 3 പേരെ പിടിച്ച് അവർ ജയിലിലാണ്. ശിവശങ്കരന് 1 വർഷത്തോളം ജയിലിൽ കിടന്നു, സ്വപ്ന സുരേഷ് ജയിലിൽ കിടന്നു. ഇങ്ങനെ കണക്കൊക്കെ പറഞ്ഞ് തോൽപ്പിക്കാൻ പറ്റും. ബട്ട് ഓവറോൾ മനുഷ്യർക്കൊരു ഫീലിംഗ് ഉണ്ടായി, നിങ്ങൾക്ക് പിണറായി വിജയനെ തൊടാൻ സാധ്യമല്ല. ലിയോ, സിമ്പിൾ ഒരു കാര്യം ആലോചിച്ച് നോക്ക്. പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അതേ ഓഫീസിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തൊട്ടടുത്ത മുറിയിലിരുന്ന് ഈ ഓപ്പറേഷൻ നടത്തുന്നു. ഏത് അന്വേഷണ ഏജൻസി ആണെങ്കിലും മുഖ്യമന്ത്രിയോട് ഒന്ന് ചോദിക്കും, ഏയ് നിങ്ങൾ അറിഞ്ഞോ നിങ്ങളുടെ തൊട്ടപ്പുറത്തെ മുറിയിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നതായിട്ട്? ചോദിക്കണ്ടേ? ഒന്ന് ചോദിച്ചിട്ടില്ല, ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പിണറായി വിജയന് പങ്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് അന്വേഷിക്കാനായിട്ട് എന്ത് വെച്ചാണ് പിണറായി വിജയനോട് ചോദിക്കുന്നത്? ശബരിമലയുടെ സ്ട്രോങ് റൂം എവിടെയായിരിക്കും ആർക്കും അറിയില്ല. എനിക്ക് തോന്നുന്നത് ദേവസ്വം ബോർഡിൻ്റെ നന്ദാവനത്തെ ആഫീസിൻ്റെ അവിടെയോ ഉള്ളതായിരിക്കും. ഏതായാലും ക്ലിഫ് ഹൗസിൻ്റെ അടുത്തോ പിണറായി വിജയൻ്റെ ഓഫീസിനടുത്തോ അല്ല. ഓഫീസിൽ വെച്ച് നടന്നൊരു കാര്യത്തിന് പിണറായി വിജയനെ ചോദ്യം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഓഫീസിൽ നിന്ന് ദൂരെ നടന്നൊരു കാര്യത്തിന് എങ്ങനെയാണ് ചോദ്യം ചെയ്യാൻ പോകുന്നത്? എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ലിങ്കാണത്.